Hi, I am Ashok Astagiri, a practicing chartered accountant, having my own office at Pungundam. Wife Dr. Geeta Ashok, Moon Dr. Nikhil Ashok, Marmola Dr. Anna, and her name is Shika. They are having their clinic in Pungundam as well. ഞങ്ങളവിടെ ഞാൻ 1998 തൃശ്ശൂരിൽ വന്നു. അന്ന് മുതൽ പൊങ്ങുന്നത്തായിരുന്നു താമസിക്കുന്നത്, ഒരു അപ്പാർട്ട്മെൻറ്റിൽ. ആൻഡ് അവിടെ തന്നെ ക്ലിനിക്കും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വി തോട്ട് ഞങ്ങൾക്ക് എന്തായാലും സ്റ്റേ ചെയ്യാൻ ഒരു വില്ല വേണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. ക്വൈറ്റ് നാച്ചുറൽ. ആദ്യത്തെ നമ്മളെ ഫസ്റ്റ് ഹൗസ് അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, അടുത്ത സ്റ്റോപ്പ് നമുക്കൊരു വില്ല ആയിരിക്കും. അങ്ങനെ വില്ല വേണമെന്ന് പറഞ്ഞാൽ സ്കൗട്ട് ചെയ്തു. ആദ്യം തൃശ്ശൂർ ടൗണിലൊക്കെ നോക്കുമ്പോഴും അവിടെ നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നി. കാരണം അവിടെ പൊല്യൂട്ടഡ് ആണ്, ഭയങ്കര ബിസിയാണ്. ആൻഡ് വി വോണ്ടഡ് എ റിലാക്സ്ഡ് പ്ലേസ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം വേണം, അങ്ങനെ ഗ്രീനറീസ് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഞാൻ താമസിക്കുന്ന സ്ഥലമാണ്, വിച്ച് ഇസ് പെൻറ്റാവലി വില്ല, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ കുറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ഒരു നെയ്തലക്കാവ് അമ്പലമുണ്ട്, അതിൻ്റെ ബാക്ക് സൈഡിലാണ്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒന്ന് നിങ്ങൾ വന്ന് നോക്കൂ, നിങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടും അത് എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന ഡിസ്ക്രിപ്ഷനിലൊക്കെ മാച്ച് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അങ്ങേരെയും കൂട്ടി ഇവിടേക്ക് വരുന്നത്. അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഒരു വില്ല വന്നിട്ട് അവിടെ സെക്കൻഡ് സെയിലിൽ നിൽക്കുന്നത്. സോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വില്ല. ലൊക്കേഷൻ വൈസ് വാസ് എക്സലൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം പ്രോക്സിമിറ്റി ടു ഓൾ ബേസിക് യൂട്ടിലിറ്റീസ് ലൈക്ക് ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, ഇതൊക്കെ വിത്തിൻ 2 കിലോമീറ്റർ 5 കിലോമീറ്റർ റേഡിയസിലാണ്. ആൻഡ് മെഡിക്കൽ കോളേജ് ആയാലും ശരി, ആൻഡ് എന്താ പറയുക, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് ആയാലും ശരി, നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ്, ശോഭാ സിറ്റി, എല്ലാം വിത്തിൻ 5 കിലോമീറ്റേഴ്സ് റേഡിയസിലാണ്. സോ വി റിയലി ലവ് ദിസ് ലൊക്കേഷൻ. സോ ഞങ്ങൾ ആ ഫസ്റ്റ് ഇത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വില്ല പ്രോജക്റ്റ്, എങ്ങനെയാണ്, ഹൗ ദ പ്രോജക്റ്റ് ഈസ് ഡിവൈസ്ഡ്, ഹൗ ഇറ്റ് ഈസ് ബീങ് കൺസ്ട്രക്റ്റഡ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇവിടെ പണ്ട് വില്ല എടുക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടേക്ക് വന്ന് നോക്കിയിരുന്നു. അന്നൊക്കെ അങ്ങയുടെ വീടൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ആ ലൊക്കേഷൻ അന്ന് തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ഇപ്പോൾ വേണ്ട എന്നുള്ളൊരു ഇതായതുകൊണ്ടാണ് അങ്ങനത്തെ നിർത്തിയിട്ടത്. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദ വേ ദ ലേ ഔട്ട് ഹാസ് ബീൻ ഡിസൈൻഡ്, ദ വേ ദ വില്ലാസ് ഹാവ് ബീൻ കൺസ്ട്രക്റ്റഡ്. ഞങ്ങൾക്ക് ആ കൺസ്ട്രക്ഷൻ വളരെ ഇഷ്ടപ്പെട്ടു. സോ പെൻറ്റാ ഹോംസ് ആണ് ഇതിൻ്റെ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നത്, നടത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്. അങ്ങനെ നോക്കി. പിന്നെ എല്ലാവരുടെ മനസ്സിലുണ്ടാവില്ല, അതിലൊരു വീട് വെക്കുമ്പോൾ അവരുടെ മനസ്സിന് ഇണങ്ങിയ മാതിരി വേണം ആ വീട്. അപ്പോൾ കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ നാച്ചുറലി എല്ലാവരും വന്ന് കൂടെ നിന്ന് കൺസ്ട്രക്ട് ചെയ്ത് അവർക്ക് വേണ്ട മാതിരി അത് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നു. ഞങ്ങളുടെ കേസിൽ എന്താ വെച്ചാൽ സെക്കൻഡ് സെയിൽ ആയതുകൊണ്ട് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ എന്താ, ഞാൻ എൻ്റെ മനസ്സിൽ എങ്ങനെയാണോ ഞാനും എൻ്റെ വൈഫും കരുതിയിരുന്നത്, ഓൾമോസ്റ്റ് ഒരു 90% അതേ മരത്തിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ വി റിയലി ലവ്ഡ് ഇറ്റ്. സോ ബാക്കിയുള്ള 10% വി തോട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ട് വി ക്യാൻ ഡു സ്മോൾ ഓൾട്രേഷൻസ്. ലൈക്ക് ബേസിക്കലി ഞങ്ങൾ വി ആർ ഓൾ എന്താ പറയുക ഗോഡ് എന്താ പറയുക ഫിയറിങ് ആൾക്കാരാണ്. അതേപോലെ തന്നെ അപ്പോൾ ഞങ്ങൾക്ക് അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പൂജാ റൂമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്പെസിഫിക്കായിട്ട് അങ്ങനെയൊക്കെ അത് ഡിസൈൻ ചെയ്തെടുത്തു. ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് ലിവിങ്. അങ്ങനെ താമസിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളിവിടെ. ആൻഡ് പിന്നെയാണ് ഞാൻ ആക്ച്വലി മിസ്റ്റർ ജോർജിനെ പരിചയപ്പെടുന്നത് പെൻറ്റാ ഹോംസിൽ. ആൻഡ് ഞാൻ സംസാരിച്ച സമയത്ത് ഈസ് എ വെരി ഗുഡ് പേഴ്സൺ ആൻഡ് ഹി ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് ഐഡിയാസ്. നല്ല കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു ആളാണ്. ആൻഡ് ദാറ്റ്സ് വൈ he could be a success in this line ആക്ച്വലി പറയുകയാണെങ്കിൽ. ആൻഡ് ഈ വില്ലാസൊക്കെ എല്ലാവരും എന്താ പറയുക വിറ്റുപോയി കംപ്ലീറ്റ്. എല്ലാവരും ഓൾ ആർ സാറ്റിസ്ഫൈഡ് ബേസിക്കലി വിത്ത് വില്ല. ആൻഡ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇനിയും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ദ വേ ഇറ്റ് ഹസ് ബീൻ കൺസ്ട്രക്റ്റഡ്, ദ പ്രോക്സിമിറ്റി ടു യൂട്ടിലിറ്റീസ്, ഇതൊക്കെ നോക്കുമ്പോൾ വളരെ നന്നാണ്. പിന്നെ ബേസിക്കലി 24 hours സെക്യൂരിറ്റി ഉണ്ട്. വി ഹാവ് ഗോട്ട് എ സെക്യൂരിറ്റി ക്യാമറ ആസ് വെൽ. സോ അതൊന്നും ഞാൻ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. സെൻറ്ററാണ് കുറ്റൂർ സെൻറ്ററിൽ നിന്ന് ഇറ്റ്സ് ഹാർഡ്ലി 1 കിലോമീറ്റർ. ഇവിടുന്ന് പൂങ്കുന്നം സെൻറ്റർ 3.5 കിലോമീറ്റേഴ്സ്. ഞാൻ പറഞ്ഞില്ല, എല്ലാം വിത്തിൻ 5 കിലോമീറ്റർ റേഡിയസിലാണ് ഇത് കംപ്ലീറ്റ്. So what I am extremely happy, and if you ask me to rate in a scale of 10, I can definitely give a rating of 8.5 to 9 for this project. Thank you. I strongly recommend everybody to go in for this.